ഹായ് ഫ്രണ്ട്സ്, വിദ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായല്ലേ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്കിന്നൊരു റീപോർട്ടിംഗ് വീഡിയോ ചെയ്യാവേ. അതായത് ഇത് കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അതിൻ്റെ ഒരു നോർമൽ വെറൈറ്റി, എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു കോമൺ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നല്ല റെഡ് കളറിലും വൈറ്റ് കളറിലും സ്ട്രൈപ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു നോർമൽ വെറൈറ്റി ആണെന്നിരിക്കെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യാം. 1-2 ചട്ടികളിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ 1-2 പോട്ടുകളിലാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഏരിയയിലൊക്കെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ പോട്ട് ചെറിയ പോട്ടാണ്. നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോസൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചിരുന്നു. ഇതിൻ്റെ പോട്ടിംഗ് മിക്സും പിന്നെ ഇതെങ്ങനെ പ്ലാന്റ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നവർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവും അല്ലേ. നമുക്കിത് റീപോർട്ട് ചെയ്യാം കേട്ടോ. ഇത്രയധികം വേരുകൾ തിങ്ങിയിട്ട് പുതിയ ഷൂട്ട്സിനൊന്നും മുകളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് പ്ലാന്റ്. ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ ഷൂട്ട്സാണ്. ഇതിനൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മുകളിലേക്ക് അതിൻ്റെ എനർജി എടുത്തിട്ട് പോലും മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഈ പ്ലാന്റ്. ഇത് റീപോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോട്ട് ഫുള്ളാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. പെട്ടെന്ന് ഷൂട്ട്സ് വരും. നല്ല ഹെൽത്തി ആയിട്ട് വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്കിന്ന് റീപോർട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ വീഡിയോസ് ചെയ്യാതിരുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു വിഷമമാണ്. കാരണം നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു വർഷത്തിലധികമായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമം വരും ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നാത്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനൊരു എനർജി ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ ഈ അവസ്ഥയിലാണ് നമുക്ക് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പുതിയ ഷൂട്ട്സൊക്കെ വരാൻ വേണ്ടി തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ചട്ടി തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ് ഇതിന് പുതിയ ഷൂട്ട്സൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കലാത്തിയയിൽ തന്നെ കുറച്ച് വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. പുതിയ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള വെറൈറ്റീസ് കുറച്ച് പ്ലാന്റ് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും പിന്നെ നമ്മൾ പോട്ട് ചെയ്യുന്നതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ ആരും കാണാനില്ല. പിന്നെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഒരു ഇലൂസ്ട്രിയൽസ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഉണ്ട്. പിന്നെ ഗ്രീൻ ലിപ്സ്റ്റിക്ക്, പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കലാത്തിയ പുതിയ പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് പോട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആ ഒരു പീരീഡേ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊരു നഴ്സറി പോട്ടിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ചെറിയ പോട്ടിലാണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ പോട്ടാണ് കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയ പോട്ടിലാണ് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല റൂട്ടൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ ലീഫുകളൊക്കെ വരുന്നത് റൂട്ടൊക്കെ നന്നായിട്ട് ഓടി തുടങ്ങുമ്പോഴാണല്ലോ. അപ്പോൾ പുതിയ റൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ ഒന്ന് കുറച്ചും കൂടെ വലിയൊരു ചട്ടിയിലേക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്ക് വളമൊക്കെ ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ടു, ഇത് ഇലൂസ്ട്രിയൽസ് എന്ന് പറഞ്ഞൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ. ഈ ഇലകളുടെ ഭംഗി കാണാനാണ് കേട്ടോ കലാത്തിയ കൂടുതലായിട്ട് എല്ലാവരും വളർത്തുന്നത്. ഇതിന് പൂക്കളൊന്നും ഉണ്ടാവില്ല. കാരണം കലാത്തിയ വെറൈറ്റീസിൽ ഉണ്ടാകുന്ന പൂക്കൾക്ക് അങ്ങനെ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ലീഫിൻ്റെ സ്ട്രക്ചറും ഒരു കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ് ഈ പ്ലാന്റ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഫിലോഡെൻഡ്രോൺ ബില്ലിയേറ്റ് എന്നാണോ
കറക്റ്റ് എന്നറിയില്ല. ആ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും പുതിയതായിട്ട് വാങ്ങി വെച്ചതാണ്. പുതിയ ലീഫുകളൊന്നും വന്നിട്ടില്ല. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളർ ഒരു ഓറഞ്ച് കളറും പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനുമാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇതും ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ട്രയോസ്റ്റാർ എന്ന് പറഞ്ഞാൽ കലാത്തിയ ട്രയോസ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഈ പ്ലാന്റ് എനിക്ക് അത്ര ഹെൽത്തി ആയിട്ട് കിട്ടിയില്ല കേട്ടോ. മറ്റ് പ്ലാന്റ്സിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്, പക്ഷേ ഈ പ്ലാന്റ് എനിക്ക് അത്ര ഹെൽത്തി ആയിട്ട് കിട്ടിയില്ല. ഇനി ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു അഗ്ലോണിമ കളക്ഷൻസൊക്കെ. ഇതൊക്കെ കണ്ടു. ഇത് ഹെൽത്തി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പ്ലാന്റ് അധികം വലിപ്പം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടോ, 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്. ഈ പ്ലാന്റ് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുണ്ട്. ലീഫ് സ്ട്രക്ചറൊക്കെ നല്ല ഭംഗിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. മഞ്ഞുകാലവും വേനൽക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. പ്ലാന്റ്സിനെ കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ട, അതായത് ചൂടല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ട ഒരു സമയമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഒരു മോശം സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പ്ലാന്റ്സിനെ കെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പോൾ ബൈ.